ഇനി പുത്തൻപുള്ളരി പോകുന്നത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ കരട് വോട്ടർ പട്ടികയിലെ കൂടുതൽ ക്രമക്കേടുകൾ പുറത്ത്. വോട്ടർ പട്ടികയിലെ അപാകതകൾ BJP ചൂണ്ടിക്കാട്ടി. വോട്ടർ പട്ടികയിൽ CPM തിരിമറി നടത്തിയതുകൊണ്ടാണ് കഴിഞ്ഞ തവണ മാറാട് വാർഡിൽ താൻ പരാജയപ്പെട്ടത് എന്ന് BJP നേതാവ് ഷൈമ പെന്നത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അന്ന് നമുക്ക് ഈ ഡിവിഷൻ നഷ്ടപ്പെട്ടത് വെറും 14 വോട്ടിനായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇത് എത്രത്തോളം ഭീകരമായ അവസ്ഥയിലാണ് നമ്മൾക്ക് അന്ന് ഈ പരാജയം നേരിടേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ 327 പേരുടെ അഡ്രസ്സും പേരും കണ്ടപ്പോൾ ഞാൻ ഈ ഡിവിഷനിലെ കൗൺസിലർ ആയതുകൊണ്ട് തന്നെ മുൻ കൗൺസിലർ ആയതുകൊണ്ട് തന്നെ ഈ ഡിവിഷനിലുള്ള ആളുകളുടെ അഡ്രസ്സൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഒരാൾ പോലും നമ്മുടെ ഡിവിഷനിൽ താമസിക്കുന്ന ആളുകളല്ല, നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ആളുകളല്ല എന്നാണ് ഈ അഡ്രസ്സിൽ നിന്നും പേരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 327 ആളുകളുടെ വീട്ടിലേക്ക് ഞാൻ നിങ്ങളുടെ കൂടെ വരാം. എനിക്കൊന്ന് ഇവരുടെ വീടുകൾ ഈ ഡിവിഷനിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ മാത്രം മതി. കാരണം ഇവരൊന്നും ഈ ഡിവിഷനിലുള്ള ആളുകളല്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നുണ്ട്. ഒരു 10 പേരെയെങ്കിലും, ഈ വോട്ടർ പട്ടികയിലുള്ള ഒരു 10 പേരെയെങ്കിലും നിങ്ങൾ ഈ ഡിവിഷനിൽ കാണിച്ചു തരണം. വിവരങ്ങളുമായി ദിസ്ന സുരേഷാണ് നമുക്കൊപ്പം ചേരുന്നത്. ദിസ്ന, ഗുഡ് മോർണിംഗ്. വളരെ ഗുരുതരമായ ആക്ഷേപമാണ് ഷൈമ പെന്നത്ത് ഉന്നയിക്കുന്നത്. അതായത് ആ തോൽവി, തനിക്ക് നേരിടേണ്ടി വന്ന തോൽവി വെറും 14 വോട്ടുകൾക്ക് മാത്രമായിരുന്നു എന്ന കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് പല വോട്ടർമാരും, വോട്ടർ പട്ടികയിലുള്ള പലരും ആ വാർഡിൽ താമസമില്ലാത്തവരാണ്. അവർ കൂടെ വരാം, നിങ്ങൾ കാണിച്ചു തരൂ ഈ വോട്ടർമാരെ എന്നാണ് അവരുടെ വെല്ലുവിളി. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും രാഗി, ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്. പ്രധാനമായും നിസ്സംശയമായി നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്, ഈ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം മാറാട് എത്രത്തോളം സ്വാധീനമാണ് BJPക്ക് ഉള്ളത് എന്നത് നിസ്സംശയം തന്നെ എടുത്തു പറയാവുന്നതാണ്. 2015 CPM-ൽ നിന്നും BJP അവിടെ അധികാരത്തിൽ വരുന്നത്. അതോടൊപ്പം തന്നെ 2015 മുതൽ 2020 വരെ ഈ ഷൈമയായിരുന്നു അവിടെ കൗൺസിലറായി ഉണ്ടായിരുന്നത്. 2020 തിരഞ്ഞെടുപ്പിലാണ് 14 വോട്ടുകൾക്ക് ഷൈമ പരാജയപ്പെടുന്നത് എന്ന് തന്നെയാണ്. 49/49 എന്ന സ്ഥലത്ത് മാത്രം, അതായത് ആ കെട്ടിട നമ്പറിൽ മാത്രം CPM ചേർത്തത് 327 വോട്ടുകളാണ് എന്നത് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതിൽ ഏറ്റവും എടുത്ത ഉദാഹരണമായി പറയേണ്ടത് ഒരു സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഷിജിയുണ്ട്. അവരുടെ ഭർത്താവ് മുരളീധരൻ എന്നിവർ താമസിക്കുന്നത് മാന്തോട്ടം ഡിവിഷനിലാണ്. അവർക്ക് മാന്തോട്ടത്തും വോട്ടുകളുണ്ട്, അതോടൊപ്പം തന്നെ ഈ മാറാടും വോട്ടുകൾ ഉണ്ട് എന്നത് തന്നെയാണ് അവർ ഉദാഹരണ സഹിതം പറഞ്ഞു വെക്കുന്നത്. നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് 14 വോട്ടിന് BJP പരാജയപ്പെടുന്നു. മാത്രമല്ല ഇവിടെ 327 വോട്ടുകൾ കൂടുതലായി, അതായത് കൂട്ടിച്ചേർത്തു എന്നൊരു ആരോപണവുമായി തന്നെയാണ് BJP ഇപ്പോൾ നിലവിൽ രംഗത്ത് വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പട്ടിക പുറത്തുവിടും എന്ന് തന്നെയാണ് ഈ ഷൈമ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ മൊത്തം തന്നെ ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ ചേർക്കുന്നതിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ബേപ്പൂർ സോണിൽ മാത്രം 1492 ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയെന്ന് തന്നെയാണ്. അത്തരത്തിൽ നിരവധി സോണുകളിൽ അല്ലെങ്കിൽ നിരവധി ഏരിയകളിൽ ഇത്തരത്തിലുള്ള ഇരട്ട വോട്ടുകൾ കണ്ടെത്തുകയാണ് ഇപ്പോൾ നേതാക്കന്മാർ. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് BJPക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മാറാടാണ് ഇത്തരത്തിലൊരു തിരിമറി നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ്. 14 വോട്ടിനാണ് ഇവർ പരാജയപ്പെട്ടത്. രാഖി, എന്തായാലും ദിസ്ന, ഓരോ ദിവസവും പുറത്ത് വരുന്ന ഈ ക്രമക്കേടുകളെല്ലാം തന്നെ CPM-നെ പോലെ തന്നെ UDF-നെയും പല രീതിയിലാണ് പ്രതിരോധത്തിൽ ആക്കുന്നത്. ഈ ഘട്ടത്തിൽ മറ്റു മുന്നണികൾ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നുണ്ടോ? എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഷൈമയുടെ തീരുമാനം? തീർച്ചയായും രാഗി, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കോഴിക്കോട് കോർപ്പറേഷന് കീഴിൽ വലിയൊരു അഴിമതി അല്ലെങ്കിൽ അട്ടിമറി നടന്നു എന്നത് തന്നെയാണ് നേതാക്കന്മാർ ആരോപിക്കുന്നത്. അതിൽ കൃത്യമായി സോണുകളുടെ കണക്കെടുത്തു പറയുന്നുണ്ട്. അതിൽ ബേപ്പൂർ സോണിൽ മാത്രം 1492 ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറുവണ്ണൂർ സോണിൽ 641 വരുന്ന ഇരട്ട വോട്ട് ലിസ്റ്റും റിട്ടേണിംഗ് ഓഫീസർക്ക്, അതായത് ഇത്തരത്തിൽ ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ 6738 ഇരട്ട വോട്ടുകളുടെ പട്ടിക സമർപ്പിക്കുകയുണ്ടായി.
ഇതോടെ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ മാത്രം 8871 ഇരട്ട വോട്ടുകൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒന്ന് തന്നെയാണ്. ഈ മാറാട് BJPക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. 2015 അധികാരം BJP ഏറ്റെടുക്കുന്നു. 2020 കൃത്യമായി പറഞ്ഞാൽ വെറും 14 വോട്ടുകൾക്ക് പരാജയപ്പെടുന്നു എന്ന് തന്നെയാണ്. ഉദാഹരണം സഹിതമാണ് ഷൈമ ഇത് ഏറ്റവും എടുത്തു കാണിക്കുന്നത്. രാഗി, എന്തായാലും വലിയൊരു സമരപരിപാടിയായി മുന്നോട്ട് പോവുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് BJP ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രാഗി, ശരി ദിസ്ന, കോഴിക്കോട് കോർപ്പറേഷനിലെ കരട് വോട്ടർ പട്ടികയിലെ കൂടുതൽ ക്രമക്കേടുകളാണ് ഓരോ ദിവസവും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വോട്ടർ പട്ടികയിലെ അപാകതകൾ BJP ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ CPM തിരിമറി നടത്തിയത് കൊണ്ടാണ് കഴിഞ്ഞ തവണ മാറാട് വാർഡിൽ താൻ പരാജയപ്പെട്ടത് എന്ന കാര്യം BJP നേതാവ് ഷൈമ പെന്നത്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിന് തെളിവുകളടക്കം അവർ നിരത്തുന്നുമുണ്ട്. വിവരങ്ങളുമായി ദിസ്ന സുരേഷാണ് നമുക്കൊപ്പം ചേരുന്നത്.